Students, part 2 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് വരികയാണ്. ഇന്ന് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. അതിലെ ഫസ്റ്റ് സീരീസ് ഗ്രൂപ്പിംഗ്. നൗ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഈക്വാലന്റ് EMF കാണാം, എങ്ങനെ ആ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now consider two cells having EMF E1, E2 and internal resistance R1 and R2. They are connected in series. Let I be the current drawn from the combination. Then when cells are connected in series, the equivalent EMF is given by, ഇവിടെ നമ്മുടെ ഡെറിവേഷൻ പാർട്ടിലോട്ടേക്ക് പോകുന്നില്ല, E equivalent equal to E1 plus E2. അതായത് ടോട്ടൽ EMF കാണാൻ ആ രണ്ട് സെല്ലുകളുടെയും EMFകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതേപോലെ R ഈക്വാലന്റ് നമുക്കറിയാം, സീരീസ് ആയിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വാലന്റ് റെസിസ്റ്റൻസ് കാണാൻ സം ചെയ്താൽ മതി അല്ലേ. സോ R1 plus R2. ഇനി രണ്ടിൽ കൂടുതൽ സെല്ലുകളോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ when number of cells are connected in series, then the equivalent EMF is given by E equivalent equal to E1 plus E2 plus E3 plus etc. And R equivalent equal to R1 plus R2 plus R3 plus etc. Now if all the cells are identical, having EMF E and internal resistance R, then E equivalent is equal to what we can write, anybody? E plus E plus E plus E plus what we get? We get NE. Similarly, R equivalent equal to what we get? R plus R plus R plus R plus R, what we get? NR. Okay. Now, ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു സർക്യൂട്ട് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചേ. ഇവിടെ അഗൈൻ രണ്ട് സെല്ല് കാണാം അല്ലേ. പക്ഷെ ഈ സെല്ലുകളെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ ഫിഗറും തമ്മില്? നമുക്കറിയാം, ശരിക്ക് ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ അടുത്ത സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ ഇവിടെയോ ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ അടുത്ത സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെല്ലിന്റെ EMF E1, ഈ സെല്ലിന്റെ EMF E2, ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഇതിന്റെ R2. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈക്വാലന്റ് EMF കാണുക എന്ന് നോക്കാം. E equivalent equal to E1 minus E2 if E1 greater than E2. ആൻഡ് നമുക്കറിയാം റെസിസ്റ്റൻസിനെ പൊളാരിറ്റി ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് R ഈക്വാലന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? R1 plus R2 തന്നെയായിരിക്കും. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചേ. എന്റെ കയ്യിൽ N ഐഡന്റിക്കൽ സെല്ലുകളുണ്ട്. They are connected in series. By mistake, M number of cells are connected wrongly. That means ഇതുപോലെ കണക്റ്റഡ് ആയിപ്പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈക്വാലന്റ് EMF കാണാനുള്ള ഷോർട്ട് കട്ട് ആണ് E equivalent equal to N minus 2M into E and R equivalent equal to, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണൽ റെസിസ്റ്റൻസിന് പൊളാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് N ഐഡന്റിക്കൽ സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? NR. അപ്പോൾ ഈ ഇക്വേഷനകത്ത് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് M is the number of cells connected wrongly. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സീരീസ് ഗ്രൂപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നൗ ദി നെക്സ്റ്റ് ടോപ്പിക്, പാരലൽ ഗ്രൂപ്പിംഗ്. നൗ consider two cells of EMF E1 and E2 having internal resistance R1 and R2 are connected in parallel. Now, when two cells are connected in parallel, then the equivalent EMF is given by E equivalent equal to E1 R2 plus E2 R1
divided by R1 plus R2. This is the expression for equivalent EMF. Now, when two cells are connected in parallel, the equivalent internal resistance is given by R equivalent equal to. നമുക്കറിയാം രണ്ട് റെസിസ്റ്ററിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വാലന്റ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഈ രണ്ട് സെല്ലും പാരലൽ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? R1 R2 divided by R1 plus R2. Okay. Now, when n number of cells are connected in parallel, then we have the relation E equivalent divided by R equivalent equal to E1 by R1 plus E2 by R2 plus E3 by R3 and so on. ഇവിടെ മനസ്സിലാക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, n ഐഡന്റിക്കൽ സെല്ലുകളെയാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതെങ്കിൽ ഈക്വാലന്റ് EMF എന്ന് പറയുന്നത് the EMF of a single cell ആയിരിക്കും. That is E equivalent equal to E. But R equivalent equal to സ്വാഭാവികമായിട്ട് നമുക്കറിയാം n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വാലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R by n അല്ലേ. അതേപോലെ ഇവിടെ R equivalent equal എന്താ വരിക? R by n. But E equivalent is equal to the EMF of a single cell. അതായത് ഇപ്പൊ 1.5 സെല്ലിന്റെ 10 സെല്ലായാലും ശരി 100 സെല്ലായാലും 1000 സെല്ലുകളെയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഈക്വാലന്റ് EMF എന്ന് പറയുന്നത് 1.5 വോൾട്ട് തന്നെയായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്, n identical cells connected in series. Consider n number of identical cells each having EMF A and internal resistance R. Let this combination is connected to an external resistance R and I be the current drawn from this combination. Now here we have to find out an expression for current through the external resistance. For that, can you find out here what is the total internal resistance of all the cells? Total internal resistance equal to എന്തായിരിക്കും വരിക? ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ് അല്ലെ. അങ്ങനത്തെ n ഐഡന്റിക്കൽ സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് NR അല്ലേ. സോ ഹിയർ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു NR. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു, ഇവിടെ നോക്ക്, ഇത് മൊത്തം എത്ര വരും? NR. ആ NRഉം ഈ Rഉം സീരീസ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R plus NR അല്ലേ. Now, what about the total EMF? Total EMF equal to, നമുക്കറിയാം n ഐഡന്റിക്കൽ സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ EMF എന്ന് പറയുന്നത് NE അല്ലേ. അങ്ങനെയാണെങ്കിൽ what is the current through the circuit? Let IS be the current flowing through the external resistance RS. Then according to Ohm's law, IS equal to വരും total EMF divided by total resistance. That is total EMF ഇവിടെ എത്രയാണ്? NE divided by what is the total resistance? R plus NR. ഈ ഫോർമുല പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, if R very greater than total internal resistance of the cell, then R can be neglected from this equation. NR can be neglected from this equation because R is very greater than NR. So IS equal to what we get? NA divided by R. That means current is equal to N times the current due to a single cell. If R very greater than total internal resistance of the cell. അപ്പൊ എപ്പോഴാണ് നമ്മൾ മാക്സിമം കറണ്ട് കിട്ടാൻ വേണ്ടി സെല്ലുകളായ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്? എക്സ്റ്റേണൽ റെസിസ്റ്ററിന്റെ വാല്യൂ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്ററിന്റെ വാല്യൂവിനേക്കാൾ വളരെ കൂടുതലാണെങ്കിലാണ്
ആ സെല്ലുകൾ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം കറന്റ്. ദി നെക്സ്റ്റ് ടോപ്പിക്, m identical cells connected in parallel. Now consider m number of identical cells, each having EMF A, internal resistance R, and they are connected in parallel. For the simplicity, I have shown only 3 cells here, but actually how many cells are there? M number of identical cells are connected in parallel. And this combination is connected to an external resistance R, and IP be the current drawn from this combination. Now, how we can find out the expression for current through the external resistance? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ എത്രയായിരിക്കും? ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇവിടെ n ഐഡന്റിക്കൽ EMF-നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചിട്ടുണ്ട് ഈക്വാലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആണ് അല്ലെ. ഇവിടെ m നമ്പർ ഓഫ് സെല്ലുകളെയാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/M. Now what about total resistance then? Total resistance equal to എന്ത് വരും? ഇത് മൊത്തം നമുക്ക് R/M കിട്ടി. അതും ഈ ആറും സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R+R/M അല്ലേ. Now അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ EMF എത്ര കിട്ടും? ടോട്ടൽ EMF ഈക്വൽ ടു നമുക്കറിയാം ഐഡന്റിക്കൽ സെല്ലുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വാലന്റ് EMF എന്ന് പറയുന്നത് EMF ഓഫ് എ സിംഗിൾ സെൽ അല്ലേ. സോ ടോട്ടൽ EMF ഈസ് ഈക്വൽ ടു E. അങ്ങനെയാണെങ്കിൽ what is the current through the external resistance? IP equal to, according to Ohm's law, total EMF divided by total resistance. Total EMF E divided by total resistance R plus R/M. That is equal to E divided by cross multiply MR in plus R divided by M. That is we get IP equal to MA divided by MR plus R. M number of identical സെല്ലുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്ററിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കാണാനുള്ള ഫോർമുലയാണ് IP equal to ME divided by MR plus R. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ മറ്റൊരു പോയിന്റ്, if external resistance is very less than the total internal resistance, then we can neglect R from this equation. So we get IP equal to A divided by what we get R/M. That is IP equal to what we get M into A by R. That means current is equal to M times the current due to a single cell. അപ്പോൾ സെല്ലുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമുക്ക് മാക്സിമം കറണ്ട് കിട്ടുന്നത്? എക്സ്റ്റേണൽ റെസിസ്റ്ററിന്റെ വാല്യൂ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസിനേക്കാൾ വളരെ സ്മോൾ ആണെങ്കിൽ we get the maximum current and it is equal to M times the current due to a single cell. Next topic, mixed grouping. Now here there are n number of identical cells, they are connected in series. Like that there are m number of rows, they are connected in parallel, and this combination is connected to an external resistance R. So ഈ കേസിൽ എങ്ങനെ നമുക്ക് ഈ എക്സ്റ്റേണൽ റെസിസ്റ്ററിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ആദ്യം നമുക്ക് ഈ ഗ്രൂപ്പിംഗിന്റെ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Now for that total internal resistance equal to എന്ത് വരും? ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ഒറ്റ റോയിലെ എത്ര സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? n നമ്പർ ഓഫ് സെല്ലുകളെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചില് ടോട്ടൽ എത്ര ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും? NR. ഇതിൻ്റെതും എത്രയായിരിക്കും? NR. ഇതിൻ്റെതും എത്രയായിരിക്കും? NR. അങ്ങനത്തെ എത്ര റോ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? M. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര വരും? NR by M.
ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്? ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇത്രയും ചേർന്നിട്ട് NR/M, അതിന്റെ കൂടെ ഈ R സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? R plus NR divided by M. Now what about total EMF? Total EMF equal to, നോക്കൂ ഇവിടെ ഒരു റോയിലെ ടോട്ടൽ EMF NE അല്ലേ? ഇത് NE ആണ്, അങ്ങനത്തെ M റോ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം പാരലൽ കോമ്പിനേഷന്റെ കേസിനകത്ത് ഇത് EMF is equal to the EMF of a single cell അല്ലേ? ഇത് മൊത്തം NE ആണ്. അങ്ങനത്തെ എത്ര ഉണ്ടെങ്കിലും ടോട്ടൽ EMF എന്ന് പറയുന്നത് എത്രയായിരിക്കും? NE. Now how we can find out the current flowing through the external resistance now? That is I equal to, according to Ohm's law, total EMF divided by total resistance. Total EMF എത്രയാണ്? NE divided by, what is the total resistance? R plus NR/M. R plus NR divided by M. Cross multiply ചെയ്യുമ്പോൾ എന്ത് കിട്ടും? NA divided by MR plus NR divided by M. That is I equal to, what we get? M N A divided by MR plus NR. N മിക്സഡ് ഗ്രൂപ്പിംഗിന്റെ കേസിൽ കറണ്ട് കാണാനുള്ള ഫോർമുലയാണ് MNA divided by MR plus NR. ഓക്കെ. ഇവിടെ N എന്ന് പറയുന്നത് ഒരു റോയിലെ എത്ര സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. M എന്ന് പറയുന്നത് അങ്ങനത്തെ എത്ര റോ ഉണ്ട് എന്നുള്ളതാണ് M റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടെ പഠിക്കാനുള്ളത്, എപ്പോഴാണ് കറണ്ട് മാക്സിമം ആവുന്നത്? അതിന്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോകുന്നില്ല, ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു തരികയാണ്. ഇൻ ദിസ് കേസ് കറണ്ട് ഈസ് മാക്സിമം when MR is equal to NR. MR is equal to NR. Or we can write R equal to NR divided by M. That means current is maximum when external resistance is equal to, what is this? Total internal resistance alle. So current is maximum when external resistance is equal to total internal resistance of all the cells. This is all about mixed grouping. So ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് n identical cells connected in series and m number of cells connected in parallel, then mixed grouping. ഈ മൂന്ന് കേസിലെയും നമുക്ക് കിട്ടിയ ഫോർമുലാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ.